പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ 1-ാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 8 മുതൽ 2 വരെ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, തിരുവല്ല. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവം ഇടയാക്കിയ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. നിങ്ങളിങ്ങനെ ശപിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ശൂന്യമാക്കപ്പെട്ടവനായി അവസാനിക്കാനുള്ളതല്ല. നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫുണ്ട്. ദൈവവചനം അത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കും. ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹം ചെയ്യും. 2016 നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതിസന്ധിയും 2017 നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല. യേശുവിനോടൊപ്പം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജീവിതം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ദൈവം തരട്ടെ. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറാം. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നാണ് ധ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത്. ഹീബ്രു ചാപ്റ്റർ 4 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 തിരുവെഴുത്തുകൾ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലം അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ധന്യനായ പൗലോസ് ആണെന്ന് വേദപഠിതാക്കളിൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നു. എബ്രായ മാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയ വലിയ പള്ളികളൊക്കെ വിട്ടിട്ട് ആരാധിക്കാൻ ഇറങ്ങിയവരോട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് പള്ളിയുണ്ടോ? നിങ്ങൾക്ക് പുരോഹിതനുണ്ടോ? നിങ്ങൾക്ക് പള്ളിയില്ല, പുരോഹിതനില്ല, പട്ടത്വമില്ല, നിങ്ങൾ കൈയടിച്ച് പാടുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പം പൗലോസ് എബ്രായർക്ക് ഇല്ലെന്ന് അവരെന്തോ പറഞ്ഞോ അതെല്ലാം എഴുതി ഉറപ്പിക്കുന്ന ലേഖനമായ എബ്രായ ലേഖനം. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ പുരോഹിതന്മാരാരാ? പുരോഹിതന്മാരിൽ പുരോഹിതൻ സാക്ഷാൽ യേശു ക്രിസ്തു. അപ്പൊ അവരെന്തില്ലെന്ന് പറഞ്ഞോ അത് ഉണ്ടെന്ന് പൗലോസ് എഴുതി ഉറപ്പിക്കുക. നമുക്കൊരു പുരോഹിതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഉണ്ട് എന്ന് എഴുതി ഉറപ്പിക്കുക. അതിനകത്ത് ദൈവവചനത്തിൻ്റെ ശക്തിയെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പൗലോസ് വെളിപ്പെടുത്തുക, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യം വരുത്തുന്നതാണ്. സ്തോത്രം. കയ്യിലിരിക്കുന്ന കറുത്ത പുസ്തകത്തിൽ, വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയ പുസ്തകത്തിലെ വാക്കുകൾ വെറും വാക്കല്ല, അതിന് ദൈവത്തോളം വലിപ്പമുണ്ട്. ആ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. നരഭോജിയെ നരസ്നേഹിയാക്കുന്നതായി പുസ്തകം,
കൊടും പാപയെ രക്ഷയുടെ പാതയിൽ നടത്തുന്നതായി പുസ്തകം. തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നതായി പുസ്തകം. തകർന്നു കിടന്നവൻ്റെ ജീവിതത്തെ പണിയുന്നതായി പുസ്തകം. ഇന്ന് വരെ ഉലകത്തിൽ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമുണ്ടെങ്കിൽ ബൈബിളാ. ഏറ്റവും കൂടുതൽ ആവശ്യം മനുഷ്യർ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളൊരു പുസ്തകമുണ്ട് ബൈബിളാ. ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിട്ടഴിഞ്ഞൊരു പുസ്തകമുണ്ട് ബൈബിളാ. ജീവിപ്പിക്കുന്നൊരു പുസ്തകമുണ്ട് ബൈബിളാ. പ്രസംഗം അകത്തെ മനുഷ്യരിൽ ചലനമുണ്ടാക്കുന്നൊരു പുസ്തകമുണ്ട് ഇത് ബൈബിളാ. ആ വചനം ഓർത്തൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. വചനവും നമ്മിലുള്ള സ്വാധീനം എന്താണ്? ദൈവവചനത്തിൻ്റെ ശക്തി. ആദിയായ കാര്യങ്ങൾ അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. സാധു സന്ദർശിക്കുന്ന ദൈവമനുഷ്യൻ തൻ്റെ അനുഭവക്കുറിപ്പുകൾ എഴുതിയൊരു പുസ്തകത്തിനകത്ത് താൻ ഇങ്ങനെ വിവരിച്ചു. ഒരു ട്രെയിനിൽ താൻ യാത്ര ചെയ്യുമ്പോൾ, വളരെ തിരക്കുള്ള ട്രെയിനാണ്, അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലെ സീറ്റിൽ പ്രശസ്തനായൊരു മന്ത്രവാദി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ താനിരിക്കുന്നു. വളരെ തിരക്ക്, ധാരാളം ആൾക്കാർ നിൽക്കുന്നു. 2-3 മണിക്കൂർ ട്രെയിൻ ഓടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കാലി കടിച്ചൊരു യൗവനക്കാരൻ താനിരുന്ന സീറ്റിലൊന്നിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഭവ്യതയോടെ തൊഴികയോടെ എഴുന്നേറ്റ് മാറിയിട്ട് പറഞ്ഞു, കാലി കഴിച്ചത് കൊണ്ട് ഇരുന്ന് പോയതാ. ആ മന്ത്രവാദി ആ മനുഷ്യന് നേരെ കയർത്തു. അവനെതിരെ മന്ത്രങ്ങൾ ഉരുവിട്ടു. അവൻ മയങ്ങി അവരുടെ മുമ്പിൽ വീണു. സാധു സുന്ദർ സിംഗ് ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്താ കാണിച്ചത്? ആ ചെറുപ്പക്കാരൻ എന്ത് തെറ്റാ ചെയ്തേ? വെള്ളം കുടഞ്ഞ് അവൻ്റെ മുഖത്ത് ബോധം വരുത്തി അവനെ എഴുന്നേൽപ്പിച്ചു. താൻ ഇരുന്ന സീറ്റിലേക്ക് അവനെ ഇരുത്തി. അദ്ദേഹം സാധു സുന്ദർ സിംഗിന് നേരെ പറഞ്ഞു, നീ ശബ്ദിക്കരുത്, നിന്നെയും ഞാൻ മന്ത്രത്തിൽ താഴെയിടും. 4-5 മന്ത്രം ഉരുവിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേപ്പർ മാറ്റാമെങ്കിൽ ഇപ്പം നിന്നെ താഴെയിടാം. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുമ്പോൾ പേപ്പർ പറന്നു വരുന്ന കൂട്ടത്തിൽ പറന്ന് കറങ്ങി വരുന്നൊരു പേപ്പർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ബൈബിളിലെ ഒരു അധ്യായം ആരോ കീറിക്കളഞ്ഞതാ. സ്തോത്രം. അത് തൂത്തുമടക്കി പോക്കറ്റിലിട്ടു. മന്ത്രവാദി പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേപ്പർ എടുത്ത് മാറ്റിയാൽ നിന്നെ താഴെയിടാമെന്ന്. ആ പേപ്പർ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അടുത്ത മന്ത്രവാദി പറഞ്ഞു, ഇനിയും ഉണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുക. കേവലം ഒരു മന്ത്രവാദിക്ക്, ഒരു ദൈവദാസന്റെ, ദൈവത്തിന് സ്തോത്രം, അകത്ത് കടന്ന തിരുവചനത്തിന്റെ ഒരു പേപ്പർ കൊണ്ട് മന്ത്രം ഫലിക്കാതെ വന്നെങ്കിൽ നീ പിടിച്ചിരിക്കുന്ന വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. കേവലം ഒരു കൈയടിക്കിറങ്ങിയല്ല അല്ലിത്. ഇത് ജീവിക്കുന്ന വചനമാ, ജീവിപ്പിക്കുന്ന വചനമാ. ഈ വചനം ഇന്നും പ്രവർത്തിക്കുന്ന വചനമാ. അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ലോകത്തിലെ മനുഷ്യരും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം, സ്തോത്രം, 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മറ്റുള്ള മനുഷ്യരും നാമും തമ്മിലുള്ള വ്യത്യാസം, ദൈവപൈതൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവവചനത്താൽ വീണ്ടും ജനിച്ചയാളാണ്. കെടുന്ന ബീജത്താലല്ല, കെട്ടുപോകാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അവൻ നിന്നെ വീണ്ടും ജനിപ്പിച്ചു. ഒരു ഹമീം പറഞ്ഞാട്ട്. പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചാൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പാപത്തിന്റെ ശക്തി താണ്ഡവ നൃത്തമാടുമ്പോൾ പാപശക്തികളെ അഴിച്ചു മാറ്റുന്നത് ദൈവവചനം എന്ന വാള്. അത് കയറിയിറങ്ങിയാൽ ദൈവത്തിന് സ്തോത്രം, നിന്നെയും പാപത്തെയും തമ്മിൽ വേർതിരിച്ച് നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചു. അപ്പൊ വീണ്ടും ജനിച്ചവർ എന്ത് ചെയ്യണം? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വീണ്ടും ജനിച്ചവൻ അടുത്ത് കൊതിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിലായോ?
അലുവ തിന്നാനല്ല കൊതിക്കേണ്ടിയേ, ദൈവവചനം കേൾക്കാൻ കൊതിക്കണം. കൊതിക്കുന്നതിന് മുമ്പ് നീക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചേ ആമി. 1, ആകയാൽ സകല ദുഷ്ടതയും ദുഷ്ടത, എല്ലാ ചതിവും ചതിവ് 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 ചതിച്ചു ഗ്ലോറി പറയരുത്. അവിടെ മിണ്ടുന്നില്ല. അതും ഈ കൂട്ടത്തിലുള്ളതാണെന്ന് ചിന്തിക്കരുത്. പണ്ടേ ഇവിടെ യൂത്തൊരു പ്രോഗ്രാം നടത്തി 31-ന്. അപ്പം ഇവർക്ക് ഈ പ്രോഗ്രാമിന് ഷോ വർദ്ധിക്കാൻ വേണ്ടി പ്രോഗ്രാമിനിടയ്ക്ക് പല കളർ ലൈറ്റും പുകയൊക്കെ കൊടുത്തു. അപ്പം ഇത് ചെയ്യാൻ വന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. ഇപ്പം ഷോ എല്ലാം കഴിഞ്ഞ് ആരാധന തുടങ്ങി. അപ്പം ആരാധനയ്ക്കിടയ്ക്കും ഇവരെ കാണാൻ വയ്യാത്ത പോലെ പുക കൊണ്ട് നിറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, മോനെ ഇത് ഐറ്റമല്ല, ഇത് ആരാധനയാണ്. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ഇതുവരെ താഴെ ഓരോരുത്തരാ കളിച്ചപ്പോൾ മൊത്തം പേരോടെ കഴിയപ്പോൾ അവൻ ഓർത്ത് ഇത് ഐറ്റമാണ്. എന്നോട് നോക്ക് പറയട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം ആരാധനയിൽ ദൈവവചനത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇപ്പൊ എഴുതിക്കുക, ചതിവ്, ചതിക്കരുത്, ആരെയും ചതിക്കരുത്. ചതിവ്, പിന്നെ വ്യാജഭാവം. വ്യാജഭാവം കംപ്ലീറ്റ് വ്യാജമാണ്. മണ്ടക്കൂടെ ഗ്ലോറി പൂശി വിടുന്നേ ഉള്ളൂ. അടുത്തത് അസൂയയും. അസൂയ. ചിലർ അതിന് PhD എടുത്തേക്ക. അസൂയ. പിന്നെ എല്ലാ നുണയും നീക്കി. നുണ. പരീക്ഷ എഴുതിയാൽ ഫസ്റ്റ് കിട്ടും നുണ. പണ്ടൊരാൾ കഥ പറഞ്ഞ്, 2 സ്ത്രീകൾ ജയിലിൽ, ഏറ്റവും കൂടുതൽ നുണ പറയുന്ന സ്ത്രീകളാണെന്ന് ആൾക്കാർ പറഞ്ഞ്, എനിക്കറിയത്തില്ല. 2 സ്ത്രീകൾ ജയിലിൽ 18 കൊല്ലം കടന്നു. 2 പേരും ഒരുപോളാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു സ്ത്രീയോട് പറയാമെന്ന്, ഇനി അടുത്ത വർഷം ഇനിയും കാണുമ്പം പറയാമെന്ന് ബാക്കി. 18 കൊല്ലം പറഞ്ഞിട്ടും പുരുഷന്മാരാണ് അങ്ങനൊന്നും വർത്താനം പറയത്തില്ല. സ്തോത്രം. പോട്ടെ, ഞാൻ വലിയൊരു കാര്യം പറഞ്ഞോണ്ടാ വരുന്നത്. ഇത്രയും നീക്കിയ എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ നിങ്ങൾ എന്നോ ചെയ്യണം? വാഞ്ചിക്കണം, കൊതിക്കണം. എൻ്റെ കാരണം പറയാൻ, രക്ഷിക്കപ്പെട്ടവൻ വളരണമെങ്കിൽ വചനമെന്ന പാല് കുടിച്ചേ പറ്റൂ. ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചു, 8 കൊല്ലമായിട്ടും കൊച്ചു വളരുന്നില്ല, എന്നോ സങ്കടമാണ്. അതുപോലെ രക്ഷിക്കപ്പെട്ടവൻ വളരെ ഇന്ന് വരെ ഒരു സ്തോത്രം പറയാൻ ഒത്തിട്ടില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവന് വളർച്ചയുണ്ടാകണം. വളർച്ചയുണ്ടാകണം. എന്താണെന്നറിയാമോ? മോശയോട് ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. ആമി. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ പ്രസംഗിച്ച, വചനം നിന്റെ സമീപം, വചനം നിന്റെ വായിൽ, വചനം നിന്റെ ഹൃദയത്തിൽ. ഒന്നുകൂടെ കൈ ഉയർത്തി പറഞ്ഞേ, വചനം സമീപം, വചനം ഹൃദയത്തിൽ, വചനം വായിൽ. അങ്ങനെ വചനം ഉപയോഗിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിലിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒന്ന് കൈ കൊടുത്തേച്ച് പറയാം, വചനം ഹൃദയത്തിലിരിക്കണം എന്ന് പറയാം. ഹൃദയത്തിൽ നുണയല്ല, അസൂയല്ല, പിണക്കമല്ല, വ്യാജഭാവമല്ല, മറിച്ച് ഹൃദയത്തിൽ ഇരിക്കേണ്ടത് വചനമാണ്. മത്തായി 13 വായിക്കണ്ട. യേശു ഉപമ പറഞ്ഞപ്പം വിത്ത് വിതയ്ക്കുന്ന കാര്യം പറഞ്ഞു. വിത്തിന്റെ 4 സ്റ്റേജ് പറയാമോ? 1 വഴിയരികിൽ, 2 പാറസ്ഥലം, 3 മുള്ളുംകൂട്, 4 നല്ല നിലം. എന്നിട്ട് യേശു പറഞ്ഞു, ഇതെന്തുവാ? ഹൃദയമാണ്. ഒരു വിശ്വസിച്ച ഒരു നല്ല സന്ദേശം പറയാ, നിന്റെ ഹൃദയം പക്ഷികൾ പറന്നിറങ്ങുന്ന കളിസ്ഥലമല്ല. നിന്റെ ഹൃദയം വചനം വളരുന്ന സ്ഥലമാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏതെങ്കിലും ഹൃദയങ്ങളിൽ അനുഗ്രഹത്തിന്റെ വചനത്തെ കൊത്തിയെടുക്കുന്ന പക്ഷികൾ പറന്നിറങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷികൾ പറന്നിറങ്ങി കളിക്കുന്ന സ്ഥലമല്ല ഭക്തന്റെ ഹൃദയം. അവന്റെ ഹൃദയം ദൈവവചനം വളർത്തുന്ന ഹൃദയമാണ്. 2 വചനം, ഹൃദയം പാറയാകല്ല്.
പാറയായ വേരിറങ്ങുകയല്ല. അച്ചായൻ അടിപൊളിയാ, പക്ഷെ ഹൃദയം പാറയാ. 3, ഹൃദയം മുള്ളു വസിക്കുന്ന സ്ഥലമാകരുത്. അതൊക്കെ ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവന് ഹിതമായ സസ്യാദികൾ മുളയിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മറുത്താണെങ്കിലോ മുള്ളും പറക്കാരെ മുളപ്പിക്കുന്നു. മനസ്സിലായോ? മുള്ളു മുളയ്ക്കുന്നിടമാകരുത് ഭക്തന്റെ ഹൃദയം. ഭക്തന്റെ ഹൃദയത്തിൽ വചനം പൊട്ടി മുളയ്ക്കണം. നല്ല ആമീൻ പറഞ്ഞാട്ട് നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന വചനം, നിന്റെ നിന്ന മാറ്റാൻ കഴിയുന്ന വചനം, നിനക്ക് ചൈതന്യം തരാൻ കഴിയുന്ന വചനം, നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കാൻ കഴിയുന്ന വചനം, നിനക്ക് ജയം തരാൻ കഴിയുന്ന വചനം, അത് നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. 3-മതൊരു നിലം പറയുന്നു, ഒരുക്കപ്പെട്ട നിലം. ആമീൻ പറഞ്ഞാട്ട്. ഹൃദയം എന്തിനാ ഒരുക്കുന്നേ? വചനം കേൾക്കാൻ വരുമ്പം ഹൃദയം നല്ലതായിട്ട് ഒരുക്കിയിരിക്കണം. മനസ്സിലായോ? ഹൃദയം നല്ലതായിട്ട്. യോവേൽ 1:17 വിത്ത് കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകുന്നു. മനസ്സിലായോ? വചനം എന്ന വിത്ത്, സ്തോത്രം, വിതച്ചിടത്ത് കട്ടയുടെ അടി കിടന്ന കെട്ടുപോകും. പിടികിട്ടിയോ? ഹല്ലേലൂയ. മറിച്ച് എന്ത് ചെയ്യണമെന്നാ മാമി? നല്ലതായിട്ട് ഹൃദയം ഒരുക്കണം. രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. നല്ല ആമീൻ പറഞ്ഞാട്ട് ഞാൻ ദൈവത്തിന്റെ സന്ദേശം വിളിച്ചു പറയട്ടെ. വചനത്തിനായി ഒരുക്കപ്പെട്ട ഹൃദയത്തിനായി സ്തോത്രം. നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വചനത്തിന് വേണ്ടി ഹൃദയം ഒരുക്ക. നിന്റെ ഹൃദയത്തിനകത്ത് വചനത്തിന്റെ വിത്തുകൾ വീഴട്ടെ. ചില പിള്ളേർക്ക് കേട്ടിട്ടില്ലയോ, എന്നാ കൊടുത്താലും നന്നാകത്തില്ല. അമ്മമാര് പുറകെ കൊണ്ട് നടന്ന്, പണ്ടൊക്കെ കൂവപ്പൊടിയായിരുന്നു കൊടുക്കുന്നത്, ഇപ്പൊ അതൊക്കെ നിർത്തി. ഹോർലിക്സ്, സെർലാക്ക്, ബോൺവിറ്റ, ബൂസ്റ്റ് പുട്ടുകുറ്റിക്കകത്ത് പുട്ടിടിച്ച് കെട്ടുന്ന പോലെ കൊണ്ട് കൊടുക്കുക. ഇത്ര കൊടുത്താലും കൊച്ചിങ്ങനെ വരുക. സ്തോത്രം. കോഴഞ്ചേരിയിലെ ഡോക്ടർ നോക്കി, തിരുവല്ല ഡോക്ടർ നോക്കി, കോട്ടയം ഡോക്ടർ നോക്കി പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല. നാട്ടുവൈദ്യം പറഞ്ഞു, സ്തോത്രം, ഈ കൊച്ചിൻ്റെ കുഴപ്പമല്ല, ഹോർലിക്സിൻ്റെ കുഴപ്പമല്ല, ഈ കൊടുക്കുന്നതിനെല്ലാം ഒതുക്കുന്ന പുള്ളി അകത്തിരിപ്പുണ്ട്. അവനെ പുറത്ത് കളഞ്ഞാൽ കൊച്ച് പുഷ്ടിപ്പെടും. ഞാനും പറയാ, എത്ര വചനം കേട്ടിട്ടും അകത്തൊരു പുഷ്ടിപ്പ് വരുന്നില്ലെങ്കിൽ ഇതിനെ ഒതുക്കുന്ന പാപത്തിന്റെ പുഴുക്കൾ അകത്തുണ്ട്. അതിനെ പുറത്ത് കളാ. വചനത്താൽ നീ ബലപ്പെട്. വചനം നിന്റെ അകത്ത് നല്ല മുത്തുമണി പോലെ പെയ്തിറങ്ങട്ടെ അങ്ങോട്ട്. സ്തോത്രം. 65 സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ശ്രദ്ധിക്കണേ, നല്ല ഹൃദയത്തിന്റെ പിക്ചർ എഴുതിയിട്ടുണ്ട്. 9-ാം വാക്യം, സ്തോത്രം, ഞാൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. വായിച്ചേ, 65 സങ്കീർത്തനം 9-ാം വാക്യം. നല്ല വാക്യമാ, ശ്രദ്ധിച്ചിട്ടെ. സ്തോത്രം. 65 സങ്കീർത്തനം 9-ാം വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. കണ്ടോ, നിന്റെ ഗതികേട് മാറത്തക്ക രീതിയിൽ ദൈവം അതിനെ പുഷ്ടിയുള്ളതാക്കി മാറ്റാൻ പോവുക. അടുത്ത കേട്ടോ, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമി ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന് ഉഴവുചാലുകളെ പദം വിടരുത്, ഭൂമിയെ ഒരുക്കി. സ്തോത്രം. ചില ഹൃദയത്തെ വചനത്താൽ ഒരുക്കാൻ പോവാ ദൈവം. ഒരാമീൻ പറഞ്ഞാട്ട് ഇന്നിതിനകത്ത് ചിലരുടെ മേൽ ജീവൻ വെളിപ്പെടാൻ പോകുകയാ. അല്ലേ ആമീൻ പറഞ്ഞാട്ട്? അതുകൊണ്ട് ആ മോശയോട് പറയുമ്പോൾ വചനം നിന്റെ ഹൃദയത്തിൽ. ആവർത്തന പുസ്തകം എടുത്തേ, 6-ാം അധ്യായം എടുത്തേ. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ജീസസ്, അതിന്റെ 4-ാമത്തെ വാക്യം ഒരു വായിച്ചോ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, സ്നേഹിക്കുവാന്ന് ശരിക്കും സ്നേഹിക്കണമെന്ന് പറ. സ്തോത്രം. ഇത് കയ്യടിയുടെ ബന്ധമല്ല, ഇത് ആഴമേറിയ സ്നേഹബന്ധമാ. ഒരിക്കലേ ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ ഒരു വീട്ടിൽ ചെന്നു. പെണ്ണ്, സ്തോത്രം, ചെറുക്കൻ അവിടെ ചെന്ന് ഇങ്ങനെ പെണ്ണിനെ കാണാനുള്ള ആഗ്രഹത്തോടെ കസറ ചാരി ഇരിക്കുമ്പോൾ
മഞ്ഞ സാരി ഉടുത്ത് മഞ്ഞ ട്രേക്കകത്ത് മഞ്ഞ ലഡു വെച്ചോണ്ട് ഒരു മഞ്ഞ കളറിൽ പെണ്ണ് വരുന്നു. ഇങ്ങോട്ട് നോക്ക്. ലഡു ഒന്നെടുത്തു, ഒരു കടി കടിച്ചു, എന്നിട്ട് പെണ്ണിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഉടനെ പെണ്ണിൻ്റെ അപ്പം പറഞ്ഞു, അമ്മേ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടേ ആകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു മുറിക്കകത്തോട്ട് പോയി. പോയതും ജെറ്റ് പോലെ ചെറുക്കൻ തിരിച്ചു വന്നു. അവൻ്റെ അപ്പനോട് പറഞ്ഞു, ഡാഡി പോകാം, ഇവിടെ നിൽക്കണ്ട. പെണ്ണിൻ്റെ അപ്പം ചോദിച്ചു, എടാ മോനെ എന്താ സംഭവിച്ചേ? ഉടനെ പറയാ, നിങ്ങളുടെ മോക്ക് വേറൊരാളുമായിട്ട് ആഴമേറിയ സ്നേഹമാണ്. അപ്പം ചോദിച്ചു, എടാ മോനെ അത് ആരാന്ന് ചോദിച്ചോ? ആരാന്ന് ചോദിച്ചില്ല. അമ്മ എന്നാ നീ ആരാന്ന് ചോദിച്ചില്ല, വന്നതുപോലെ തിരിച്ചു. അതാരാ? അപ്പം അവള് പറഞ്ഞു, അതെൻ്റെ യേശുവാ. മിണ്ടുന്നില്ല. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, അല്ല ഇച്ചിരി ആരാധിക്കാൻ പറ്റാത്ത എന്നാ, ഇച്ചിരി ഹൃദയം എവിടെ ഉള്ളൂ, ബാക്കി മുഴുവൻ വേറെ സ്ഥലത്താ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോട് സ്നേഹിക്കണം. അടുത്ത കേട്ടെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരിക്കണം. വചനം എവിടെ ഇരിക്കണം? ഹൃദയത്തിലിരിക്കണം. ഒന്ന് വാ തുറന്ന് പറഞ്ഞ് എവിടെ ഇരിക്കണം? പിന്നെ വേറൊരു കാര്യം, ആ കൂട്ടത്തിൽ വേറെ ആരെയും ഇരുത്തരുത്. വചനത്തെ മാത്രമേ ഇരുത്താവൂ. 1 പത്രോസ് 1-2 വാക്യത്തിൽ ഇരിക്കുന്ന പുള്ളിയെ ഇരുത്തരുത്. സ്തോത്രം. പിന്നെ എന്താ ഇരുത്താവൂ? വചനം മാത്രം ഇരിക്കണം. പിന്നെ നീ അവൻ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേ. ഇരുന്നാ മാത്രം പോലെ പിള്ളേർക്ക് വചനം പറഞ്ഞു കൊടുക്കണം. ഇങ്ങോട്ട് നോക്ക് മാതാപിതാക്കൾ, ഇങ്ങോട്ട് നോക്ക്. പിള്ളേർക്ക് എന്തോ പറഞ്ഞു കൊടുക്കണം? വചനം പറഞ്ഞു കൊടുക്കണം. നിന്റെ മക്കളുടെ ഏറ്റവും വലിയ പഠനശാല നിന്റെ വീടാ. നിന്റെ വീട്ടിലാണ് നിന്റെ മക്കൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. നാമി യെശയ്യാവ് ഒരിക്കൽ പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. വചനം നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു കാലത്തും നീങ്ങിപ്പോകത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ പറഞ്ഞ വചനം നിന്റെ സന്തതി പറയും. നിന്റെ സന്തതി പറഞ്ഞ വചനം അവന്റെ സന്തതി പറയും. അവന്റെ സന്തതി പറഞ്ഞ വചനം അവന്റെ സന്തതി പറയും. അല്ലാതെ നിന്റെ സന്തതി സിഗരറ്റ് വലിച്ചോണ്ട് നടക്കുന്നല്ല. നീ പറഞ്ഞ വചനം നിന്റെ സന്തതി പറയും. എന്തായിരുന്നു പേര്? ലൈസാമ്മ. എവിടെയാ ലൈസാമ്മയുടെ സ്ഥലം? ചെങ്ങന്നൂര്. ലൈസാമ്മ എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് അല്ലെ? ഇന്നിവിടെ പ്രേയറിന് വന്നിട്ട് 365 ദിവസമായി എണ്ണിയിരിക്കുക മകള്. അതിന് കാരണമുണ്ട്. ഈ മകള് ജിമ്മിൽ പോയപ്പോ ഇവിടെയുള്ള എല്ലിനല്ലേ വാരിയെല്ലിന് ഒരു പൊട്ടൽ സംഭവിച്ചു. അതുകൊണ്ട് നീണ്ട 1 വർഷമായി ബെൽറ്റ് ധരിച്ചാണ് ആ മകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ട് ഈ മീറ്റിങ്ങിന് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അവിടെ ബെൽറ്റ് അഴിച്ചിട്ട് ഈ സ്റ്റേജിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് പൂർണ്ണമായി അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ഞാൻ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അത് പിന്നെ ബെൽറ്റ് ധരിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു രോഗം അവൾക്ക് വെളിപ്പെട്ടു. 2 ബ്രസ്റ്റിലും ഓരോ ഗ്രോത്ത് വരാൻ തുടങ്ങി. ഡോക്ടേഴ്സിന്റെ നിഗമനം അനുസരിച്ച് ആ 2 ബ്രസ്റ്റും റിമൂവ് ചെയ്ത് കളയണം എന്നായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം. എന്നാൽ 1 വർഷം തുടർമാനം അവൾ പ്രാർത്ഥിച്ചു. ഇവിടെ 3 ദിവസം നടന്നൊരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ 3ാമത്തെ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് എണ്ണ പൂശി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി പേർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ മകളും പ്രാർത്ഥിക്കാൻ വന്നു. ഇവിടെ നെറ്റിയിൽ 1 തുള്ളി എണ്ണ പുരട്ടി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ പറയുന്നു, അവിടെ ശരീരത്തിൽ ഒരു തീ വ്യാപരിച്ചു. ആ 2 ഗ്രോത്തും അപ്രത്യക്ഷമായി. ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. എന്താന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ മകളിൽ യേശു ഇന്നും ജീവിക്കുന്നു. ഒരു കാര്യം തുറന്ന് പ്രസംഗിക്കാം, നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ല നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. മുട്ടയിലിരുന്ന്
TV സ്ക്രീനിന് നേരെ കൈനീട്ടുക. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഈ ജനത്തിന്മേൽ ഇറങ്ങണം. രോഗികളെ തൊടണം, സൗഖ്യത്തിൻ്റെ കരം നീട്ടണം, എല്ലാ ശാപങ്ങളും ഉടയണം, എല്ലാ പ്രതിസന്ധികളും മാറണം, എല്ലാ നിരാശകളും മാറണം. ദൈവശക്തി ഇറങ്ങി വെളിപ്പെടണം. പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ, അവിടെ ആരാധനയുണ്ട്. അവിടെ നിങ്ങൾ വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം യേശു ക്രിസ്തു മാത്രം. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മനോൻ ഹാൾ നിങ്ങൾ വരണം. നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് വേണോ, നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രയർ വേണോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. ഓരോ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 9 മണിക്ക് കാണാം. നമുക്ക് കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്താം. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ 1-ാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 8 മുതൽ 2 വരെ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, തിരുവല്ല. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ.